ടാറ്റയുടെ നെക്സോൺ എന്ന വാഹനത്തിനകത്ത് ഇന്റീരിയർ ഭാഗത്ത് ഡാഷ്ബോർഡിൻ്റെ ഒരു ഗ്രാഫിക് ഡിസൈൻ വരുന്നൊരു ഭാഗമുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗമാണ് ഈ ഒരു ഗ്രാഫിക് ഡിസൈൻ. നല്ല ഹൈ ക്വാളിറ്റി, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ പാറ്റേൺ ആണ് ടാറ്റ ഈ ഒരു ഭാഗത്ത് ആ ഒരു ഡാഷ്ബോർഡിൻ്റെ ഭാഗത്ത് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും മോശമായിട്ട് ചെയ്താണ് ഈ ഒരു ഗിയർ ലിവറിൻ്റെ നോബ്. ഏത് വാഹനം നോക്കിക്കഴിഞ്ഞാലും ഈ രീതിയിൽ പൊട്ടി പൊളിഞ്ഞ ലോക്കൽ ഒരു മാരുതി 800 ഗിയർ ലിവർ പോലത്തെ രീതിയിൽ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു ഗിയർ ലിവറിൻ്റെ ആ ഒരു നോബിൻ്റെ ആ ഒരു റബ്ബർ ക്വാളിറ്റി ടാറ്റ കൊടുത്തിട്ടുള്ളത്. ടാറ്റയുടെ ഇരുമ്പ് കരുത്താണെങ്കിലും റബ്ബർ കുറച്ച് മോശമാണെന്നുള്ള രീതി നമുക്ക് മനസ്സിലാക്കുന്നത്. ഒരു അടിപൊളി ടാറ്റ നെക്സോൺ നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതും 2020 മോഡലിൽ നിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയന്റിൽ എക്സെറ്റ് പ്ലസ് എന്നുള്ള മാനുവൽ ഗിയർ ബോക്സ് ഇരുന്ന വാഹനം. ടാറ്റയുടെ വാഹനങ്ങൾ എക്സെറ്റ് പ്ലസ് നെക്സോണൊക്കെ എനിക്ക് തോന്നുന്നു വാഹനം ഇറങ്ങുന്ന സമയത്ത് ഏകദേശം ഒരു 10 lakhിൻ്റെ എബോ പ്രൈസിങ് വന്നിട്ടുണ്ടായിരുന്ന വാഹനം എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ സെക്കൻഡിലേക്ക് യൂസറിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രൈസ് ഡിപ്രീസിയേഷനിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈസിയായിട്ട് 0 ഡൗൺ പേയ്മെൻറ്റിൽ സ്വന്തമാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വാഹനം കൂടിയാണിത്. ഒരു കോമ്പാക്ട് XUV ടൈപ്പിൽ അത്യാവശ്യം നല്ല യാത്രാ കംഫർട്ടുള്ള അത്യാവശ്യം നല്ല കുറ്റി ഉറപ്പുള്ള ബോഡിയിൽ നിൽക്കുന്ന ഒരു വാഹനം കൂടി. 2020 മോഡൽ എക്സെറ്റ് പ്ലസ് എന്ന ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പിൽ 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം. പ്രൊജക്ട് ഹെഡ് ലാമ്പ്, ഫോഗ് ലാംപ്സ്, അലോയ് വീൽസ്, മിറർ ഇൻഡിക്കേറ്റർ, മിറർ ഫോൾഡിംഗ്, സ്റ്റീറിംഗ് കൺട്രോൾ, എയർ ബാഗ്, ABS, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. നല്ലൊരു അടിപൊളി സീറ്റ് അവർക്ക് ഇതിനകത്ത് അഡീഷണലി ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പാറ്റേൺ, ആ ഒരു ഡിസൈൻ പാറ്റേണും കാര്യങ്ങളൊക്കെ നല്ലൊരു ലുക്കിലേക്ക് തന്നെ വാഹനം നമുക്ക് ആ ഒരു പ്രദാനം ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി റോഡ് നിന്നൊക്കെ ഒരു യൂണിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ഡിസൈൻ പാറ്റേൺ ഒക്കെ പഴയ ടാറ്റ നെക്സോണായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പുതിയ ടാറ്റ നെക്സോൺ ഈ 2020 ശേഷം വന്നിട്ടുള്ള ഈ ഒരു മോഡൽ ഒന്നും കൂടി നമുക്ക് അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ഡുവൽ ടോൺ ആയിരുന്നെങ്കിൽ ഒന്നും കൂടി പൊളിച്ചേനെ. ബാക്ക് പ്രൊഫൈലിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിലും അതേ ആ പാറ്റേൺ തന്നെ ഫ്രണ്ടിൻ്റെ അതേ രൂപത്തിൽ തന്നെ നമുക്ക് ഒരു ഡിസൈൻ, ആ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ ഒരു ഡിസൈൻ പാറ്റേൺ വന്നിട്ടുള്ള ഒരു സിൽവർ ക്രോം എലമെൻറ്റ്സ് രീതിയിൽ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടെയിൽ ലൈറ്റിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളെല്ലാം നമുക്ക് ഏതൊരാൾക്കും ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ആ ഒരു പാറ്റേണും കാര്യങ്ങളെല്ലാം പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 6,25,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. 6,25,000 ലോൺ സൗകര്യത്തിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വാഹനം കൂടിയാണിത്. ഇനി മാരുതിയുടെ ഒരു സിയാസ്, ഒരു സെഡാൻ സെഗ്മെന്റ് വാഹനം കൂടി നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 2016 മോഡൽ നിൽക്കുന്ന മാരുതി സുസുക്കി സിയാസ് VX എന്നിവരിൽ സിംഗിൾ ഓണർഷിപ്പിൽ പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന KL25 രജിസ്ട്രേഷനിൽ വാഹനം ഡുവൽ ടോണിലേക്ക് കൺവേർട്ട് ചെയ്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ അതിനകത്ത് വന്നിട്ടുണ്ട്. VX എന്ന് പറഞ്ഞാൽ മിഡിൽ ഓപ്ഷൻ വേരിയൻ്റാണ്. 1.2 ലിറ്ററിൽ നിന്ന് മിഡിൽ ഓപ്ഷൻ വേരിയൻ്റ് ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്ന ഒരു അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാം 0 ഡൗൺ പേയ്മെൻറ്റോട് കൂടി. 5 ലക്ഷം രൂപ നെറ്റ് പ്രൈസിൽ 5 ലക്ഷവും നമുക്ക് ഫുൾ ലോണോട് കൂടി 0 ഡൗൺ പേയ്മെൻറ്റിൽ സ്വന്തമാക്കാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ്. അപ്പോൾ 2 വാഹനങ്ങളും 0 ഡൗൺ പേയ്മെൻറ്റ് അവൈലബിൾ ആണ്. ഒരു സെഡാൻ വാഹനം, ഒരു കോമ്പാക്ട് SUV ടൈപ്പ് ഇരുന്ന വാഹനം. രണ്ടും പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന വാഹനങ്ങളാണ്. വാഹനങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ നല്ല ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള വാഹനങ്ങൾക്ക് ഒരുപാട് ഞങ്ങളുടെ സ്റ്റോക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് റെഗുലറായിട്ട് കിട്ടുന്നത് നിങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക.